സ്റ്റട്ടറിങ്ങിന് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കോസോ അല്ലെങ്കിൽ ഒരു ജനറ്റിക്കൽ ഹിസ്റ്ററിയോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഫാമിലി. ഞാൻ മേഘ്ന, സൈക്കോളജിസ്റ്റ് അറ്റ് ലോറം വെൽനസ് കെയർ. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് സ്പീച്ച് തെറപ്പിസ്റ്റ് ആയിട്ടുള്ള വിസ്മയാണ്. നമ്മൾ പൊതുവിൽ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ എന്താണ് സ്റ്റട്ടറിങ് അല്ലെങ്കിൽ എന്താണ് സ്റ്റാമറിങ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ സീരീസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിസ്മയ, സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും ഒരുപോലെ ആയിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഇതിനുണ്ടോ? ഹലോ മേഘ്ന. സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും ആക്ച്വലി നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അത് രണ്ടും ഒരു അസുഖത്തിനെ തന്നെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അവർ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്ങിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് വരാം? നമ്മൾ മേജറായിട്ട് കാണുന്ന ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ ചുറ്റും ഒരു ലോ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ളൊരു വ്യക്തി, ഈ ആൻസൈറ്റി റീസൺസ് ആണ് ഇയാളുടെ സ്റ്റട്ടറിങ്ങിന് കാരണമെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. സ്റ്റട്ടറിങ്ങിന് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കോസോ അല്ലെങ്കിൽ ഒരു ജനറ്റിക്കൽ ഹിസ്റ്ററിയോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും സ്റ്റട്ടറിങ് ഉണ്ടെങ്കിൽ അതേ ഫാമിലി വേറെ ആർക്കെങ്കിലും സ്റ്റട്ടറിങ് കണ്ടുവരാറുണ്ട്. സോ മേജർലി ന്യൂറോളജിക്കലും ജനറ്റിക്കലും ആയിട്ടുള്ള കോസസ് ആണ് സ്റ്റട്ടറിങ്ങിന് കാരണമാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും? മേജർലി നമ്മൾ സ്റ്റട്ടറിങ്ങിന് കൊടുക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ പോലെ ട്രീറ്റ്മെൻ്റ് ആണ്. സോ അതിൽ സ്പീച്ച് തെറപ്പി റീഹാബിലിറ്റേഷനും കൊടുക്കാറുണ്ട്, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷനും കൊടുക്കാറുണ്ട്. സ്പീച്ച് തെറപ്പിയിൽ തന്നെ നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്ലുവൻസി ഷേപ്പിംഗ് അപ്രോച്ച് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് മോഡിഫിക്കേഷൻ അപ്രോച്ച്. സോ ഈ അപ്രോച്ചസ് ആണ് നമ്മൾ പേഷ്യൻറ്റിന് യൂഷ്വലി സ്പീച്ച് തെറപ്പി സെഷൻസിൽ പറഞ്ഞു കൊടുക്കാറ്. സോ ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് പേഷ്യൻ്റ് സ്പീച്ച് തെറപ്പി സെഷനിലും അതുപോലെ തന്നെ നിത്യജീവിതത്തിലും പാലിക്കേണ്ട ഇതുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്ങിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ഒരു ഏർലി ഇൻ്റർവെൻഷൻ ഇതിന് ആവശ്യമുണ്ടോ? അങ്ങനെ സോ നമ്മളിപ്പോൾ ടൈപ്സ് ഓഫ് സ്റ്റട്ടറിങ് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റട്ടറിങ് കണ്ടുവരാറുണ്ട്. സോ ഒരു ടൈപ്പ് ഓഫ് സ്റ്റട്ടറിങ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ സ്റ്റട്ടറിങ് ആണ്. അതായത് കുട്ടികളിൽ കാണപ്പെടുന്ന സ്റ്റട്ടറിങ്. മറ്റൊരു ടൈപ്പ് ഓഫ് സ്റ്റട്ടറിങ് എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ സ്റ്റട്ടറിങ്. അതായത് സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കൽ ഇൻസൾട്ടിന് ശേഷം ഒരു വ്യക്തിയിൽ സ്റ്റട്ടറിങ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു സ്റ്റട്ടറിങ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സ്റ്റട്ടറിങ് ആണ്. എന്തെങ്കിലും സൈക്കോളജിക്കൽ ട്രോമയ്ക്ക് ശേഷം അഡൽട്സിൽ കണ്ടുവരുന്നതാണ് സൈക്കോളജിക്കൽ സ്റ്റട്ടറിങ്. സോ ഓരോ സ്റ്റട്ടറിങ്ങിനും നമ്മൾ ഡിഫറെൻറ്റ് ഇൻ്റർവെൻഷൻ രീതികളാണ് നമ്മൾ പിന്തുടരുന്നത്. സോ ഇപ്പം ഡെവലപ്മെൻറ്റൽ സ്റ്റട്ടറിങ് ആണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ ഒരു കുട്ടി, അതായത് ഒരു 2 to 5 വയസ്സ് വരെയുള്ള കുട്ടികളിലൊക്കെ നമുക്ക് സ്റ്റട്ടറിങ് കണ്ടുവരാം. സോ ആ സമയത്ത് ഏർലി ഇൻ്റർവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏത് പ്രായത്തിലാണോ കുട്ടിക്ക് സ്റ്റട്ടറിങ് കണ്ടുവരുന്നത് ആ പ്രായത്തിൽ തന്നെ നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അത് മാനേജ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്റ്റട്ടറിങ് ഇല്ലാതാക്കുന്നതിനും എളുപ്പം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. സോ ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഇതിൽ കമൻറ്റ് ചെയ്യുക, നമ്മളതിന് ആൻസർ പറയുന്നതായിരിക്കും. സോ താങ്ക് യു.